സ്കീം 2024 കുറച്ച് ക്വസ്റ്റ്യൻസോടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്, മറ്റൊന്ന് ബൈനോമിയൽ തിയറം, മറ്റൊന്ന് പ്രോബബിലിറ്റി. മൂന്നും കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. മാത്രമല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ വന്നിട്ടുള്ളൂ. ഞാൻ ആവറേജ് ചിലതിലൊരു 3 ക്വസ്റ്റ്യൻ, ചില സ്ലോട്ടിൽ 2 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ആ ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ആ 3 ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാം. ആദ്യം പെർമ്യൂട്ടേഷനിൽ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് ഗ്രേറ്റർ ദാൻ 7000, 7000-നേക്കാൾ വലുതായിരിക്കണം. ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 2, 4, 5, 7, 8. റെപ്പറ്റീഷൻ ഇസ് നോട്ട് അലൗഡ്. റെപ്പറ്റീഷൻ അലൗഡ് അല്ല. നിങ്ങൾക്ക് ഈ 5 ഡിജിറ്റാണ് തന്നിരിക്കുന്നത്. 7000-നേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് 7000. നിങ്ങൾ എഴുതാൻ പോകുന്ന ഡിജിറ്റ് 7000-നേക്കാൾ വലുതായിരിക്കണം. 7000-നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ 2-ൽ സ്റ്റാർട്ട് ചെയ്താൽ പറ്റില്ല, 2000 ആയി. 4-ൽ സ്റ്റാർട്ട് ചെയ്താൽ പറ്റില്ല, 4000 ആണ്. 5-ൽ സ്റ്റാർട്ട് ചെയ്താൽ പറ്റില്ല. ഒന്നെങ്കിൽ 7-ൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 8-ൽ സ്റ്റാർട്ട് ചെയ്യാം. 7 or 8. അപ്പോൾ ഈ പ്ലേസ് നമുക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം, 2 ways. ഒന്നുകിൽ 7 അല്ലെങ്കിൽ 8, കാരണം 7000-നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള 3 പ്ലേസ്, ആ 3 പ്ലേസ് റെപ്പറ്റീഷൻ പറ്റില്ല. ബാക്കി എത്ര ഡിജിറ്റ് കയ്യിലുണ്ട്? 4 ഡിജിറ്റ്. ഈ 4 ഡിജിറ്റിൽ നിന്ന് 3 ഡിജിറ്റ് എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്യണം. ദിസ് ക്യാൻ ബി 4p3. പെർമ്യൂട്ടേഷൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. NPR എന്ന് പറഞ്ഞാൽ N ഒബ്ജക്റ്റ് അവൈലബിൾ ആണ്, അറ്റ് എ ടൈം R ഒബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 7 അല്ലെങ്കിൽ 8 ഏതെങ്കിലും ഒന്നേ ഇവിടെ എടുക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ 7 എടുത്തുകൊണ്ടിരിക്കട്ടെ, ബാക്കി നിങ്ങളുടെ കയ്യിൽ 2, 4, 5, 8 4 ഡിജിറ്റ് ബാക്കിയുണ്ട്. 3 പ്ലേസ് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് 4p3 എന്ന് എഴുതിയത്. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4p3 നമുക്ക് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഒന്ന് വീതം കുറച്ച് എഴുതാം. അപ്പോൾ എത്ര കിട്ടി? 48 എന്ന് കിട്ടി. 48. ഓക്കെ. പലരും ഇവിടെ അവസാനിപ്പിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആ പ്രശ്നമില്ല, ഓപ്ഷനിൽ അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടോട്ടൽ 5 ഡിജിറ്റ്സ് അവൈലബിൾ ആണ്. മൊത്തം 5 ഡിജിറ്റുകൾ തന്നിട്ടുണ്ട്. 5 ഡിജിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഡിജിറ്റ് നമ്പർ എഴുതാൻ പറ്റും. 7000 എന്ന് പറയുന്നത് ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. അതിനേക്കാൾ വലുതാ 5 ഡിജിറ്റ് നമ്പറും. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 ഡിജിറ്റിൽ 5 ഡിജിറ്റും എടുക്കുക. ദാറ്റ് ഈസ് 5p5 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. എത്ര കിട്ടും? 5 ഇൻറ്റു 4 20, 20 ഇൻറ്റു 3 60, 60 ഇൻറ്റു 2 120 കിട്ടും. അപ്പോൾ ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ 5 ഡിജിറ്റ് നമ്പർ പ്ലസ് 4 ഡിജിറ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 7000. ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 168 എന്ന് കിട്ടും. ഓപ്ഷൻ ബോക്സ് കിട്ടും. 168 ഓപ്ഷൻ ബോക്സ്. ക്ലിയർ? 7000-നേക്കാൾ വലുതായിരിക്കണം. നമുക്കിവിടെ 5 ഡിജിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ 5 ഡിജിറ്റ് നമ്പേഴ്സും എടുക്കാം. NPN ഇവിടെ അറേഞ്ച്മെൻ്റ് ആണ്, സംശയം വേണ്ട. പെർമ്യൂട്ടേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒൺലി സെലക്ഷൻ മാത്രമേ അവിടെ ഉള്ളൂ, അറേഞ്ച്മെൻറ്റ് വരുന്നില്ല.
ഇവിടെ സെലക്ഷനൊപ്പം തന്നെ അറേഞ്ച്മെൻറ്റും ആവശ്യം വരും. കാരണം ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ പുതിയ പുതിയ നമ്പർ കിട്ടും. അതുകൊണ്ട് തന്നെ പെർമ്യൂട്ടേഷൻ എഴുതുന്നു 5p5 n ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് എഴുതി. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ 4p3 എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു. മൊത്തം 5 ഡിജിറ്റ് ഉണ്ട്. അതിനകത്ത് ഈ പ്ലേസിൽ 7 അല്ലെങ്കിൽ 8 രണ്ടും നമ്മൾ എടുക്കില്ല. ഒന്നുകിൽ 7 അല്ലെങ്കിൽ 8. വേറെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ 7000-നേക്കാൾ ചെറുതാവും. അതാണ് റീസൺ. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ബോക്സ് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, there are 3 different mathematics book. മാത്തമാറ്റിക്സ് ബുക്ക് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. M1, M2, M3. 3 വ്യത്യസ്തങ്ങളാണ് കേട്ടോ, ഐഡൻറ്റിക്കൽ അല്ല. ആൻഡ് 4 different physics books in a shelf. Then the number of ways these books can be arranged so that mathematics books are together. അതെ, ഫിസിക്സ് ബുക്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം. P1, P2, P3, P4. 4 ഫിസിക്സിൻ്റെ ബുക്കും 3 മാത്തമാറ്റിക്സിൻ്റെ ബുക്കും ഉണ്ട്. അവർ പറയുന്ന കണ്ടീഷൻ എന്താണ്? ഈ മാത്തമാറ്റിക്സ് ബുക്ക് എല്ലാം അടുത്തടുത്ത് ഇരിക്കണം. അപ്പോൾ നമ്മൾ ഈ മാത്തമാറ്റിക്സ് ബുക്ക് കം ടുഗദർ അതിനെ ഒരു ബോക്സിലേക്ക് ഇടും. എന്നിട്ട് അറേഞ്ച്മെൻറ്റ് നടത്തിയാൽ മതി. അപ്പോൾ അതിനൊരു ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അറേഞ്ച്മെൻറ്റ് നടത്തിയാലും ഈ ബോക്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുള്ളൂ. ഗം മെത്തേഡ് അല്ലെങ്കിൽ ബോക്സ് മെത്തേഡ് എന്ന് പറയും. ഇത് നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3. ഈ ബോക്സിനെ കംപ്ലീറ്റ് 3 ഒരു ഒബ്ജക്റ്റായിട്ട് കണ്ടു. 4, 5. അപ്പോൾ ഇവിടെ മൊത്തം 5 ഒബ്ജക്റ്റുകൾ ഉണ്ടെന്ന് കാണുന്നു. 5 ഒബ്ജക്റ്റിനെ അറേഞ്ച് ചെയ്യുന്നത് 5p5 അഥവാ 5 ഫാക്ടോറിയൽ വേസ് ഇൻറ്റു ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബോക്സ് എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. ബോക്സ് എടുത്ത് ഇവിടെ വയ്ക്കും, ഇവിടെ വയ്ക്കും. അല്ലെങ്കിൽ P3 ഇപ്പുറത്തേക്ക് ഇടും, P2 അപ്പുറത്തേക്ക് ഇടും. ഒരു കാര്യം ഉറപ്പാണ്, ബോക്സിൻ്റെ അകത്തേക്ക് വേറെ ആരും കയറില്ല. നിങ്ങൾ എന്ത് ചേഞ്ച് പരസ്പരം വരുത്തിയാലും ബോക്സിനകത്തേക്ക് വേറെ ഒബ്ജക്റ്റുകളൊന്നും വരില്ല. ബോക്സിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്ന M1, M2, M3 അതിൻ്റെ പൊസിഷനിലൊന്നും മാറ്റം വരുന്നില്ല. അപ്പോൾ മാത്തമാറ്റിക്സ് ബുക്സ് ആർ കം ടുഗദർ. തീർന്നിട്ടില്ല. ഈ മാത്തമാറ്റിക്സ് ബുക്സ് അടുത്തടുത്ത് വരണമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇവർക്ക് ഈ ബോക്സിനകത്ത് മാറുന്നതിന് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് M1 ഇപ്പുറം വരുന്നു, M2 ഇപ്പുറം വരുന്നു, അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്തു. കാരണം 3 മാത്തമാറ്റിക്സ് ബുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഫിസിക്സ് ആണ് കം ടുഗദർ എന്ന് പറയുവാണെങ്കിൽ ഫിസിക്സിനെ നമ്മൾ ബോക്സിനകത്തേക്ക് ഇടും. ഏതാണോ കം ടുഗദർ എന്ന് പറയുന്നത്. ഇനി അവർ നോട്ട് കം ടുഗദർ എന്ന് ചോദിച്ചാലോ ടോട്ടൽ അറേഞ്ച്മെൻറ്റ് എഴുതും. അതിനകത്ത് നിന്ന് കം ടുഗദർ സബ്ട്രാക്ട് ചെയ്യും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. 5 ഫാക്ടോറിയൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനിൽ കണ്ടു. 120 കിട്ടും. 5 × 4 × 3 × 2 ഇൻറ്റു 6 വരും. ഇൻറ്റു 6 12 × 6 72. പിന്നെ ഒരു 0 കൂടെ കൊടുത്താൽ ഓപ്ഷൻ ടി കിട്ടും, 720. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11 × 10p7. 11 × 10p7. ആ പെർമ്യൂട്ടേഷൻ്റെ ആ എക്സ്പാൻഷൻ്റെ ഫോമുല ഒന്നങ്ങ് അപ്ലൈ ചെയ്താൽ മതി. 11 × 10p7 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 10 × 9 അങ്ങനെ 7 ടേമുകൾ എഴുതിയാൽ മതി. 10p7. 10p7 എന്ന് പറഞ്ഞാൽ 10 × 9 അങ്ങനെ 7 എണ്ണം. 10p3 എന്ന് പറഞ്ഞാൽ 10 × 9 × 8 വരെ എഴുതിയാൽ മതി. ഓക്കെ, ഇങ്ങനെ 7 എണ്ണം എഴുതുക. 10, 9, 8, 6, 5, 4, 3. ശരിയാണോ? 1, 2, 3, 4. അതിനിടയ്ക്ക് 7 വിട്ടുപോയി. എന്നാൽ വിട്ടുപോകരുതേ. 9, 8, 7, 6, 5, 4. ശരിയല്ലേ? 7 എണ്ണം. അപ്പോൾ അതിനകത്ത് 10c7 എന്നാണെങ്കിലോ ഡിവൈഡഡ് ബൈ 1 × 2 × 3 × അതോടെ എഴുതണം. 7 വരെ എഴുതണം. പിന്നെ അത് 10c7 നമുക്ക് 10c3 എന്ന് എഴുതാം. കോമ്പിനേഷനിലെ ഫോർമുല അപ്ലൈ ചെയ്താൽ. പെർമ്യൂട്ടേഷനിലാണെങ്കിൽ ന്യൂമറേറ്റർ മാത്രം മതി. ഡിനോമിനേറ്ററിൽ ആർ ഫാക്ടോറിയൽ ഇല്ലാത്തത് കൊണ്ട് അത് വേണ്ട. പക്ഷെ കോമ്പിനേഷനിൽ ആർ ഫാക്ടോറിയൽ വരുന്നുണ്ട്.
അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയേ, ശരിക്കും അതേ ഓർഡറിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഇത് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കി. 11 × 10 × 9 × 8 എത്ര ടൈം ഉണ്ട്? 8 ടൈം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ 11p8 എന്ന് എഴുതാൻ പാടില്ലേ? 1 2 3 4 5 6 7 8 11ലാണ് തുടങ്ങുന്നത്, കണ്ടിന്യൂസ് ആണ്. സോ 11p8 എന്ന് എഴുതാം. വെറുതെ ഡയറക്റ്റ് ആ ഫോർമുലയും കൊടുക്കുന്നു. ഫോർമുലയല്ല, നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന എക്സ്പാൻഷൻ. ഫാക്ടോറിയലിൻ്റെ കൊടുക്കണമെന്നില്ല, ഫാക്ടോറിയൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ദാറ്റ് ഹാവ് അറ്റ് മോസ്റ്റ് 7 ഡിജിറ്റ്സ് കണ്ടെയ്നിങ് only ഡിജിറ്റ്സ് 0 and 9. 0ഉം 9ഉം മാത്രമേ പറ്റുള്ളൂ. മാക്സിമം 7 ഡിജിറ്റ്സേ പറ്റുള്ളൂ. 1 2 3 4 5 6 7. അതായത് 7 ഡിജിറ്റ് നമ്പർ എന്ന് അവർ പറയുന്നില്ല, മാക്സിമം 7 ഡിജിറ്റേ പറ്റുള്ളൂ. 2 ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല, 3 ഡിജിറ്റ് ആയാലും കുഴപ്പമില്ല, 6 ഡിജിറ്റ് ആയാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. ഓക്കെ, 0ഉം 9ഉം മാത്രമേ ഉപയോഗിക്കാവൂ. എന്ത് ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പ്ലേസ് എടുത്തു. ഈ ഫസ്റ്റ് പ്ലേസിൽ നിങ്ങൾക്ക് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. 2 രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 2 എഴുതുക എന്നല്ല, ഐദർ 0 or 9. ഫസ്റ്റ് പ്ലേസ് ഒന്നുകിൽ 0 എഴുതാം അല്ലെങ്കിൽ 9 എഴുതാം. അവർ പറഞ്ഞിട്ടുണ്ട് 0ഉം 9ഉം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. സെക്കൻഡ് പ്ലേസ് എടുത്തു, 0ഉം 9ഉം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. തേർഡ് പ്ലേസ് എടുത്തു, 0ഉം 9ഉം മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. ഇങ്ങനെ പോവുക. അപ്പം എത്ര 2 വരും? 7 പ്ലേസ് അല്ലേ ഉള്ളത്, അപ്പം 2⁻7 വരും. ബൈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, ഒരു ഇവൻ്റ് n ബേസിൽ, അടുത്ത ഇവൻ്റ് n ബേസിൽ, അടുത്ത ഇവൻ്റ് p ബേസിൽ. അങ്ങനെയാണെങ്കിൽ m × n × p എന്ന് പറഞ്ഞു വരും. ഓക്കെ, m × n × p. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ് 0ഉം 9ഉം മാത്രമേ എടുക്കാമുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്ലേസ് 2 ബേസ്, രണ്ടാമത്തെ പ്ലേസ് 2 ബേസ്, അടുത്ത പ്ലേസ് 2 ബേസ്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ പ്രശ്നം സംഭവിക്കും. എന്താണെന്നറിയാമോ? ഞാൻ 0 അല്ലെങ്കിൽ 9 എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുവാണ്, ആദ്യത്തെ പ്ലേസിൽ 0 എടുത്തു, രണ്ടാമത്തെ പ്ലേസിൽ എന്നോട് ചോദിക്കുമ്പോൾ 0 അല്ലെങ്കിൽ 9 ഇഷ്ടമുള്ളത് എഴുതിക്കും. അടുത്ത പ്ലേസ് 0 അല്ലെങ്കിൽ 9, അടുത്ത പ്ലേസ് 0 അല്ലെങ്കിൽ 9, അടുത്ത പ്ലേസ്, അടുത്ത പ്ലേസ്. അയാൾ എല്ലാ പ്ലേസിലും 0 ഇട്ടു. കാരണം ഞാൻ എല്ലായിടത്തിലും 0 അല്ലെങ്കിൽ 9 ഞാൻ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇതിനകത്ത് എല്ലാ പ്ലേസും 0 അല്ലേ? അത് പറ്റില്ല. മോസ്റ്റ് 7 ഡിജിറ്റ് എന്ന് പറഞ്ഞേക്കണം. ഒന്നെങ്കിൽ ഒരു 9 അതിനകത്ത് കയറി വരണം. ഇപ്പോൾ ഇവിടെ 9 വരുവാണെങ്കിൽ ലാസ്റ്റ് 9 വന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് 9 വന്നാലും ഒരു യൂണിറ്റ് ഡിജിറ്റ് നമ്പർ ആയേനെ. അപ്പോൾ ഈ കേസ് ഒരാൾക്ക് എഴുതാൻ പറ്റും, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 2⁻7 എന്ന് പറഞ്ഞാൽ 128. 128ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 127. ഓപ്ഷൻ ബോക്സ് കിട്ടും. ഓക്കെ, 2⁻7 എന്ന് പറഞ്ഞാൽ 128. 128ൽ നിന്ന് 1 കുറച്ചാൽ 127 ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 1 3 5 7 21. ആ സെറ്റിൽ എത്ര എലമെൻ്റ് ആണുള്ളത്? ഓഡ് നമ്പേഴ്സ് മാത്രം. അപ്പോൾ എത്ര എലമെൻ്റ് ഉണ്ടാവും? 11 എലമെൻ്റ് ഉണ്ടാവും അല്ലേ? ടോട്ടൽ 11 എലമെൻ്റ് ഉണ്ട്. 21 വരെയില്ലേ? 19 വരെയാണെങ്കിൽ 10 എലമെൻറ്റ്. 21 ഉള്ളത് കൊണ്ട് 11 എലമെൻ്റ് ഉണ്ട്. നമ്പർ ഓഫ് ഫേസ് 4 numbers containing always 11 can be selected from the set A is equal to. നിങ്ങൾ ഈ 11 എലമെൻറ്റിൻ്റെ സെറ്റില്ലേ, അതിനകത്തുനിന്ന് 4 എണ്ണം സെലക്ട് ചെയ്യണം. 4 എണ്ണം സെലക്ട് ചെയ്യണം. തീർച്ചയായിട്ടും കോമ്പിനേഷനാണ്. 11C4 എന്ന് എഴുതിയിരിക്കട്ടെ, തെറ്റാ. കാരണം നിങ്ങൾ സെലക്ട് ചെയ്ത് 4 എണ്ണത്തിനകത്ത് ആരുണ്ടാവണം? 11 മസ്റ്റാ. 11 അവിടെ മസ്റ്റായിട്ട് വേണം. അതാണ് പ്രശ്നം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെയ്നിങ് ഓൾവേസ് 11. നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 11 വരുമെന്ന് ഒരു ഉറപ്പില്ല. മൊത്തം 11 ഡിജിറ്റ്സ് ഇല്ലേ, അതിനകത്ത് നിന്ന് 4 എണ്ണമല്ലേ സെലക്ട് ചെയ്യുന്നത്. 11 വരാം, വരാതിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ചെന്ന് 11 എടുത്ത് കൈ പിടിക്കണം. ഓക്കെ,
11 എടുത്ത് കൈ പിടിച്ചിട്ട് ബാക്കി അവിടെ എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 10 ഉണ്ട്. ഈ 10ൽ നിന്ന് 3 എണ്ണം എടുത്താൽ മതി. കാരണം 11 നിങ്ങളുടെ കയ്യിലിരിക്കുക, 11 നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. ബാക്കി 10 എണ്ണം അവിടെ ഉണ്ട്, അവിടെ നിന്ന് 3 എണ്ണം എടുത്താൽ മതി. അപ്പോൾ മൊത്തം 4 എണ്ണമായി. ഓക്കെ, 11 ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ആൻസർ 10 ഇൻറ്റു 9 ഇൻറ്റു 8/1 ഇൻറ്റു 2 ഇൻറ്റു 3 3 4. ആൻസർ ഈസ് 120. ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, 4 നമ്പർ എടുക്കണം. 11C4 മതിയായിരുന്നു. അവർ കൃത്യമായിട്ടൊരു ക്ലോസ് പറഞ്ഞു. എന്താ അത്? അവിടെ 11 എന്നുള്ള നമ്പർ കൃത്യമായി വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഫോർമുലയാണ്. NPR തന്നിട്ടുണ്ട്, NCR തന്നിട്ടുണ്ട്. R കണ്ടുപിടിക്കണം. NPRും NCRും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്തായിരുന്നു റിലേഷൻ? NPRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ എന്നും NCRൻ്റെ ഫോർമുല n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ എന്നുമായിരുന്നു അല്ലേ? അതായത് ഈ NPR എന്ന് പറഞ്ഞാൽ NCRനെ ഒരു r ഫാക്ടോറിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? ഒരു r ഫാക്ടോറിയൽ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ടും കട്ട് ചെയ്ത് പോയി NCR കിട്ടും. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്തോളൂ. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ NPR 480 ആണ്, സീക്വൽ ടു NCR 20 ആണ്, ഇൻറ്റു r ഫാക്ടോറിയൽ. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 480/20 സീക്വൽ ടു r ഫാക്ടോറിയൽ. അപ്പോൾ എത്ര കിട്ടും? r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 24 എന്ന് വരും അല്ലേ? 0 കട്ടായി പോകും. എപ്പോഴാണ് ഫാക്ടോറിയൽ 24 കിട്ടുന്നത്? 1 ഇൻറ്റു 2 2 വരും, ഇൻറ്റു 3 6 വരും, ഇൻറ്റു 4 24 കിട്ടും. സോ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ. r എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ഓപ്ഷൻ സി. r എന്ന് പറയുന്നത് 4 ഓപ്ഷൻ സി. ഇത്രയാണ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ മാത്രമല്ല, നമ്മളിനിപ്പോൾ അടുത്ത ബൈനോമിയലിലും ഇത് രണ്ടും ലിങ്ക്ഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും. ഇപ്പോൾ രണ്ടോടെ ചേർത്തിട്ട് ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, 2024 കീമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. അടുത്ത് നമുക്ക് ബൈനോമിയലിലേക്ക് പോകാം. ബൈനോമിയലിലേക്ക് വരുമ്പോൾ നോക്കൂ, ബൈനോമിയൽ തിയറം ഇതുപോലെ തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ജനറൽ ടേം, അതുമായി ബന്ധപ്പെട്ട റിസൾട്ടുകൾ, ഇത്രയൊക്കെ അതിനകത്ത് ഓർക്കാനുള്ളൂ. നമുക്ക് ബൈനോമിയലിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കോഎഫിഷ്യൻ്റ് ഓഫ് x³ ആ ജനറൽ ടേമിൻ്റെ ഫോർമുല ഒന്ന് മസ്റ്റായിട്ട് ഓർക്കണേ. ജനറൽ ടേം ബൈനോമിയൽ എക്സ്പാൻഷനിൽ ജനറൽ ടേമിൻ്റെ ഫോർമുല എന്തായിരുന്നു? a+b ഹോൾ റൈസ് ടു n-ൽ a+b ദ ഹോൾ റൈസ് ടു n-നകത്ത് ജനറൽ ടേമിനെ നമ്മൾ r+1th ടേം എന്ന് വിളിക്കുന്നു. r+1th ടേം ഈക്വൽ ടു NCR a റൈസ് ടു n മൈനസ് r ഇൻറ്റു b റൈസ് ടു r. മസ്റ്റായിട്ട് ഓർത്തോളൂ കേട്ടോ, ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അതേസമയം 1+x ദ ഹോൾ റൈസ് ടു n ആണെങ്കിലോ കുറച്ചുകൂടെ എളുപ്പം കിട്ടും. എന്താണത്? ജനറൽ ടേം അഥവാ r+1th ടേം എന്ന് പറഞ്ഞാൽ NCR x റൈസ് ടു r എന്ന് മതി. കാരണം പറ. എ എന്ന് പറയുന്നത് 1 റൈസ് ടു പവർ എത്ര എഴുതിയാലും കുഴപ്പമില്ല. a 1 ആണ്, 1 റൈസ് ടു പവർ എത്ര വന്നാലും കുഴപ്പമില്ല. സോ NCR x റൈസ് ടു r എന്നായിരിക്കും റിസൾട്ട് വരിക. ഓക്കെ, NCR x റൈസ് ടു r. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ചെറിയ അറേഞ്ച്മെൻറ്റ് നടത്തിയാൽ ഇതിനെ 1+2x ദ ഹോൾ റൈസ് ടു 10 എന്നെഴുതാം. 1/a റൈസ് ടു -m എന്ന് പറഞ്ഞാൽ a റൈസ് ടു m ആവും. ഇനി ഇതിൻ്റെ ജനറൽ ടേം എന്തെഴുതാൻ പറ്റും? ജനറൽ ടേം എന്ന് പറഞ്ഞാൽ 10CR 2x റൈസ് ടു r.
that is equal to 10CR into 2 raised to R into x raised to R. 10CR 2 raised to R into x raised to R. ഇതാണ് ജനറൽ ടേം. അവർ ചോദിച്ചിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ ആറിന് പകരം എന്ത് കൊടുക്കണം? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ആർ ഈക്വൽ ടു 3 കൊടുത്താൽ മതി. ആൻസർ വരുന്നത് 10C3 ഇൻറ്റു 2 raised to 3. സിംപ്ലിഫൈ ചെയ്തോളൂ. 10C3 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 9 ഇൻറ്റു 8. ഓരോന്ന് വീതം കുറച്ച് 3 ടൈം എഴുതുക. താഴെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതുക. ഇൻറ്റു 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8 വരും. 3 9 കട്ട് ചെയ്തു 3 കിട്ടി. 8 2 കട്ട് ചെയ്തു 4 കിട്ടി. ഓക്കെ, അപ്പം എന്ത് കിട്ടും ആൻസർ എന്ന് നോക്കിയേ. 32 അല്ലേ? 8 ഇൻറ്റു 4 32. 32 ഇൻറ്റു 3 96. 96 ഇൻറ്റു 10 960. ഓപ്ഷൻ ബോക്സ്. ആ ജനറൽ ടേമിൻ്റെ ഫോർമുല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കും. ജനറൽ ടേമിൻ്റെ ഫോർമുല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് 15C6 പ്ലസ് 14C6. ഇതുപോലെ സീരീസ് കാണുമ്പോൾ ഈ സഫിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ NCERT പഠിക്കുന്ന പെർമ്യൂട്ടേഷനിലെ ഒരു ഫോർമുലയുണ്ട്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാട്ടോ ഇത് കാണുന്നത്. NCR പ്ലസ് NCR മൈനസ് 1 സീക്വൽ ടു. ഞാൻ കുറച്ചുകൂടെ നീക്കി എഴുതാം. NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു n പ്ലസ് 1 CR. എന്താണ് റിസൾട്ടിൻ്റെ പ്രത്യേകത? അപ്പർ സഫിക്സ് രണ്ടും സെയിം ആയിരിക്കണം. അപ്പർ സഫിക്സ് രണ്ടും n. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ആ അപ്പർ സഫിക്സിൻ്റെ സം എടുക്കേണ്ടി വരും. അപ്പർ സഫിക്സ് രണ്ടിടത്തും സെയിം ആയിരിക്കണം. അതിൻ്റെ സം എടുക്കേണ്ടി വരും. അല്ല, അത് +1. n +1 ആവും. R മൈനസ് 1 ഏതാണോ വലുത് അത് എഴുതേണ്ടി വരും. ഇവിടെ 5ഉം ഇവിടെ 4ഉം ആണെങ്കിൽ 5 എഴുതണം. അതല്ല 6ഉം 5ഉം ആണെങ്കിൽ 6 എഴുതണം. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആ ഫോമിലല്ല കിടക്കുന്നത്. എവിടെയാണ് പ്രശ്നം? അപ്പർ സഫിക്സ് എല്ലാം ഡിഫറൻ്റ് ആയിട്ടാണ് വന്നേക്കണേ. പറ്റില്ല, അപ്പർ സഫിക്സ് സെയിം ആവണം. ലോവർ സഫിക്സ് ഡിഫറൻ്റ് പറ്റില്ല, ലോവർ ഡിഫറൻറ്റും ആവണം. അതിപ്പോൾ നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. ഇത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഞാനൊരു 10C7 ആഡ് ചെയ്യും. പകരം അത് കുറച്ചിട്ടുമുണ്ട്. ഓക്കെ, ഈ 10 എന്നെങ്ങനെ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ n വരണം. അതുകൊണ്ടാണ് 10 എടുത്തത്. 7 എടുക്കാനുള്ള കാരണം ഇതിനേക്കാൾ ഒന്ന് കുറവായിരിക്കണം, ഒന്നിന് ഡിഫറൻറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5 എടുക്കാൻ പാടില്ലേ? 5 എടുക്കണേ കുഴപ്പമൊന്നുമില്ല, 5 എടുത്ത് മുന്നോട്ട് പോകാം. പക്ഷെ അടുത്ത ടൈം വരുമ്പോൾ അത് സ്റ്റക്കായി പോകും. ഓക്കെ, ഇപ്പോൾ ഇത് നോക്കിയേ, 10 ഈ ടൈം ഞാൻ താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ ഇത് 10C6 നോക്കൂ, 10 സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 11 ആക്കി. n എന്നുള്ളത് n + 1 ആവും. ഇതിനകത്ത് വലുതാരാ? 7 എഴുതി. ഇനി അടുത്ത ടൈം ഇറക്കി എഴുതി. അപ്പോൾ വീണ്ടും 11C6 ആയി. നോക്കൂ, 11 സെയിം അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 12 ആവും. ഒന്ന് കൂടും. 6 7 ആരെഴുതും? 7 എഴുതണം. ഇനി അടുത്ത ടൈം ഇറക്കി എഴുതി. അപ്പോൾ എന്ത് കിട്ടി? 12C6 കിട്ടി. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് ടൈം വരുമ്പോൾ എന്ത് വരും? ഈ 15 എന്നുള്ളത് 16 ആവും. എല്ലാത്തിലും ഒന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണേ. ഈ ലോവറിൻ്റെ ആൻസർ എപ്പോഴും നോക്കിയേ, ഇത് രണ്ടോടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 7 ഇത് രണ്ടോടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ 7 കിട്ടിയത്. ലോവർ എപ്പോഴും 7 വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 16C7 കിട്ടും. പിന്നെ ഞാൻ അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 10C7 അവിടെ കുറച്ചിട്ടുണ്ട്. അത് അവസാനം വരെ അങ്ങനെ നിലനിൽക്കും. 16C7 മൈനസ് 10C7 ഓപ്ഷൻ സി കിട്ടും. ഈ റിസൾട്ട് മസ്റ്റായിട്ട് പഠിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. NCR പ്ലസ് NCR മൈനസ് 1 ഈക്വൽ ടു n+1 CR. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് പെർമ്യൂട്ടേഷൻ്റെ ഗണത്തിൽ പെടുത്താം കേട്ടോ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്.
അടുത്തത് ഇതും വേണമെങ്കിൽ പെർമ്യൂട്ടേഷനിൽ പെടുത്താവുന്നേ ഉള്ളൂ. ഇതേ ടൈപ്പ് നമ്മൾ ഒരെണ്ണം ചെയ്തു, പക്ഷെ അത് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് 23 ഇൻറ്റു 50C23 എന്നാണ് കിടക്കുന്നത്. ഈ രണ്ട് ടേം സിമിലറാണ്. ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്, ജെയിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, പക്ഷെ NCERT അത്ര ഉപയോഗിക്കുന്നതല്ല. റിസൾട്ട് ഇതാണ്. NCRനെ ഈ എന്നും ആറും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. എന്നും ആറും കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഈ n അല്ല എവിടെ വരുന്നത്, ഇതിനേക്കാൾ ഒന്ന് കുറയ്ക്കും. അപ്പോൾ n-1 എന്നാവും. ലോവറും ഒന്ന് കുറയ്ക്കും, r-1 എന്നാവും. എന്നും ആറും പുറത്തേക്ക് എടുത്തു, അപ്പർ സഫിക്സിൽ n-1 ആവും, r-1 എന്നാവും. ഇനി എടുക്കാം, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും n-1ഉം r-1ഉം എടുക്കാം, ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ n-2 r-2 അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്ക് 23 ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി. 50 കൂടെ പുറത്തേക്ക് എടുത്തു, 23 എടുത്തു. ഓക്കെ, എന്നും ആറും എടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. 50 എടുത്താൽ ഇത് 49 ആകും, ഇത് 22 വരും. അപ്പോഴത്തെ കട്ടായി പോയി. ഇത്രയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ 22 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രണ്ട് ടൈം കൂടെ ഒന്നുകൂടെ എഴുതും, ഒന്നുകൂടെ കുറയ്ക്കും. അപ്പോൾ ഓരോ ടൈമും എടുക്കുമ്പോൾ അത് സഫിക്സ് ഒന്ന് കുറച്ചാൽ മതി. 50 ഇൻറ്റു ഓപ്ഷൻ ഉണ്ടോ, ദേ എടുക്കണം. ഓപ്ഷൻ എ അല്ലേ, 50 ഇൻറ്റു അല്ല, ഓപ്ഷൻ എ അല്ലല്ലോ, 50C22 ഓപ്ഷൻ ഇല്ല ഇതിനകത്ത്. 50 ഇൻറ്റു എന്ന് പറഞ്ഞൊരു ഒറ്റ ഓപ്ഷനുള്ളൂ. ഓപ്ഷന് പ്രശ്നമുണ്ടോ? 50C23 49. 50 ഇൻറ്റു 49C23 ഓപ്ഷന് പ്രശ്നം വരുന്നുണ്ടല്ലേ. 50 ഇൻറ്റു 49C22 49C. ഇപ്പം അതിനകത്ത് ഓപ്ഷൻ എ മാർക്ക് ചെയ്യാമായിരുന്നു, 22 ആയിരുന്നെങ്കിൽ. പകരം ഇവിടെ 27 ആണ് എഴുതി വെച്ചിരിക്കുന്നത്. 50C22 രണ്ടിടത്തുനിന്ന് ഓരോന്ന് എടുക്കേണ്ടി വരും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. പ്രിന്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് √x മൈനസ് 3/x³ ഹോൾ റൈസ് ടു 7 ദ കോൺസ്റ്റന്റ് ടേം ഈസ്. എന്താണ് അതിൻ്റെ കോൺസ്റ്റന്റ് ടേം? ഇതുപോലെ തന്നെ നമ്മൾ ജനറൽ ടേം എഴുതുക. ജനറൽ ടേം എഴുതിയതിന് ശേഷം TR+1 = 7CR a⁻n−r √x raised to 7 - r a⁻n−r b⁻r. b എന്ന് പറയുമ്പോൾ -3 കൂടെ ഒപ്പം എടുത്തോളൂ കേട്ടോ. -3/x³ the whole raised to r -3/x³ the whole raised to r. NCR a⁻n−r b⁻r NCR a⁻n−r b⁻r. ഈ മൈനസോടെ കൂടെ എടുത്തോളൂ. ഇനി ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യും. എക്സിൻ്റെ പവറുകൾ മാത്രം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നതിന് ശേഷം അത് =0 എന്ന് കൊടുക്കും. എക്സിൻ്റെ പവർ, കാരണം അവർ ചോദിച്ചിരിക്കുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്. കോൺസ്റ്റന്റ് ടേം എന്നോ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്നോ ചോദിച്ചാൽ എക്സിൻ്റെ പവർ =0 എന്ന് കൊടുക്കും. കോൺസ്റ്റന്റ് ടേം എന്നോ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാലോ പവർ ഓഫ് എക്സ് =0 കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, 7CR ഉണ്ട്, -3 raised to r ഉണ്ട്.
എക്സ് റേസ് ടു 7 മൈനസ് ആർ ബൈ 2 ഉണ്ട്, ബൈ എക്സ് റേസ് ടു 3r ഉണ്ട്. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? 7cr എഴുതി, -3 റേസ് ടു r എഴുതി. ഈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ദ ഹോൾ റേസ് ടു 7 മൈനസ് ആർ എന്ന് എഴുതാം. എക്സ് റേസ് ടു 1/2 റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എൻ എന്ന് വരും. അപ്പോൾ 7 മൈനസ് ആർ ബൈ 2 എന്ന് വരും. തീർന്നിട്ടില്ല. 7cr -3 റേസ് ടു ആർ എക്സ് റേസ് ടു 7 മൈനസ് ആർ ബൈ 2 -3r എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എ റേസ് ടു എം മൈനസ് എൻ എന്നിട്ടു. ഇനി ഈ പവർ മാത്രം നമുക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഈ പവർ എന്ത് വരണം? പവർ 0 വരണം. അതാണ് എക്സ് ഇല്ലാത്ത ടൈം. അതായത് 7 മൈനസ് ആർ -6r ബൈ 2 സീക്വൽ ടു 0. 7 മൈനസ് ആർ 2 × 3 6 വരും. ദാറ്റ് ഈസ് 7 മൈനസ് 7r സീക്വൽ ടു 0. r സീക്വൽ ടു 1 എന്ന് കിട്ടും. r സീക്വൽ ടു 1. r സീക്വൽ ടു 1 ഇവിടെ കൊടുക്കുക, ആൻസർ കിട്ടും 7c1 -3 റേസ് ടു 1. ദാറ്റ്സ് ആൻസർ. 7c1 is 7. 7 into -3 -21. Second option is correct. -21. Second option is correct. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Let p of x equal to 1 plus x square etc. x raised to 10 1 into 1 minus x plus x square etc. Then the sum of all coefficients of p of x. Sum of all coefficient. ബൈനോമിയൽ കോയഫിഷ്യൻ്റ് അല്ല, എല്ലാ കോയഫിഷ്യൻറ്റിൻ്റെ സമ്മ് ചോദിച്ചാൽ വേരിയബിളിന് 1 എന്ന് കൊടുത്താൽ മതി. വേരിയബിളിന് 1. എത്ര വേരിയബിൾ ഉണ്ടോ അതിനകത്തൊക്കെ 1 കൊടുക്കണം. അപ്പോൾ കോയഫിഷ്യൻറ്റിൻ്റെ സമ്മ് കിട്ടും. ഏത് ക്വസ്റ്റ്യനിലായാലും. ഇവിടെ എക്സ് എന്ന് ഒരേ ഒരു വേരിയബിൾ ഉള്ളൂ. അപ്പോൾ എക്സിന് 1 കൊടുക്കുന്നു. എന്ത് സംഭവിക്കും? പി ഓഫ് 1 എന്ന് പറയുന്നത് 1 + 1 + എക്സെട്ര എത്ര 1 ഉണ്ടാവും? എത്ര 1 ഉണ്ട്? എക്സ് മുതൽ എക്സ് സ്ക്വയർ അങ്ങനെ 10 1 കിട്ടും അല്ലേ? എക്സ് സ്ക്വയർ ഇത് എക്സ് റേസ് ടു 1 ആണ്. അങ്ങനെ 10 കിട്ടും. പിന്നെ ഈ 1 വരുമ്പോൾ 11 ടേംസ് ഉണ്ടാവും. മനസ്സിലാക്കണേ, 11 ടേംസ് ഉണ്ടാവും. ഇൻറ്റു എന്ത് സംഭവിക്കും? ഇൻറ്റു ആണ് പ്രശ്നം വരുന്നത്. ആദ്യത്തെ ടേം 1 - 1 വരും അല്ലേ? ഈ എക്സിന് 1 കൊടുത്താൽ രണ്ടാമത്തെ ടേമും 1 - 1 വരും. ശരിയല്ലേ? അങ്ങനെ എന്ത് സംഭവിക്കും? ഈ 1 ഇത് കണ്ടില്ലേ? 1 - 1 0, 1 - 1 0. ഇങ്ങനെ എല്ലാം 0 ആയി പോവും? ഇല്ല. ഇത് ലാസ്റ്റ് ഈ ടേം മാത്രം അവിടെ അവശേഷിക്കും. ബാക്കിയെല്ലാം 0 ആയി പോവും. എക്സ് റേസ് ടു 9 വരെ 0 ആയി പോവും. കാരണം സെക്കൻഡ് ലാസ്റ്റ് എന്ത് വരും? എക്സ് റേസ് ടു 8 - എക്സ് റേസ് ടു 9 അത് 0 ആയി പോവും. അങ്ങനെ അതൊക്കെ 0 ആയി പോവും. അതേസമയം ഈ ഒരു ടൈം മാത്രം 1 കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 1 + 1 + 1 എക്സെട്ര ഇതെല്ലാം ആഡ് ചെയ്താൽ 11 കിട്ടും. ഇൻറ്റു ഇത് 0 ഇത് 0, പക്ഷെ ലാസ്റ്റ് ഒരു ടൈം 1 വരും. സോ അങ്ങനെ 11 × 1 ഓപ്ഷൻ സി 11 എന്ന് കിട്ടും. ഓക്കെ. എവിടെയായാലും സം ഓഫ് കോയഫിഷ്യൻസ്, ബൈനോമിയൽ കോയഫിഷ്യൻസ് അല്ല, സം ഓഫ് കോയഫിഷ്യൻറ്റ് എന്ന് ചോദിച്ചാൽ വേരിയബിൾ ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ജനറൽ ടേം എഴുതേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ എക്സ് റേസ് ടു 7 ആണ് ചോദിച്ചിരിക്കുന്നത്. ജനറൽ ടേം ഈക്വൽ ടു 8cr 1/x റേസ് ടു 8 - r x square raised to r is equal to 8cr x raised to 2r by x raised to 8 minus r ncr a raised to n minus r b raised to r, which is equal to 8cr into x raised to 2r minus 8 plus r. റിസൾട്ട് മനസ്സിലായി കാണും. എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം മൈനസ് എൻ
2r മൈനസ് ദിസ്. അപ്പോൾ ഇതെന്ത് കിട്ടും? എക്സിൻ്റെ പവർ എന്ത് കിട്ടും? 3r മൈനസ് 8 കിട്ടും. ഇത് 7 വരണം. അതല്ലേ അവർ പറഞ്ഞേക്കണേ? എക്സ് റേസ് ടു 7ൻ്റെ കോഎഫിഷ്യൻറ്റ്, എക്സ് റേസ് ടു 7ൻ്റെ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ എക്സിൻ്റെ പവർ 7 വരണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും? 3r ഈക്വൽ ടു 15 എന്നും r ഈക്വൽ ടു 5 എന്നും കിട്ടും. r ഈക്വൽ ടു 5. r ഈക്വൽ ടു 5 എടുത്ത് കൊടുത്തേ എന്ത് കിട്ടും? 8c5. ഇതല്ലേ കോഎഫിഷ്യൻറ്റ്? ആറിന് 5 കൊടുത്താൽ 8c5. 8c5ന് എന്ത് എഴുതാം? 8c3 എന്ന് എഴുതാം. ഏതാ റിസൾട്ട്? NCr ഈക്വൽ ടു NCn മൈനസ് ആർ. ഈ 6 കമ്പാരിറ്റീവ്ലി ഗ്രേറ്റർ ആണെങ്കിലാട്ടോ അങ്ങനെ ചെയ്യാറുള്ളൂ. 6 വലുതാണെങ്കിൽ NCrന് പകരം NCn മൈനസ് ആർ എന്ന് കൊടുക്കും. 8c3 എന്ന് പറഞ്ഞാൽ 8 × 7 × 6 ബൈ 1 × 2 × 3. ഇതും കട്ടായി പോയി. 56 ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 56. നേരത്തെ ചെയ്ത പോലെ തന്നെ ജനറൽ ടേം എഴുതുക, സിംപ്ലിഫൈ ചെയ്യുക, അവരാവശ്യപ്പെടുന്ന പവർ ഏതാണോ അത് ഇക്വേറ്റ് ചെയ്യുക, 6 കണ്ടുപിടിക്കുക, ആൻസറിലേക്ക് എത്തും. ഇതും അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ക്യൂബ് നോക്കൂ. ജനറൽ ടൈം ഈക്വൽ ടു 6cr 1/√x raised to r minus x a raised to n minus r, a raised to n minus r, b raised to r. ആദ്യം ഞാൻ റിസൾട്ട് എഴുതി തന്നിരുന്നു. NCr a raised to n minus r, b raised to r, which is equal to 6cr x raised to 1/2 the whole raised to 6 minus r. കാരണം ന്യൂമറേറ്റർ 1 കാര്യമില്ല. മൈനസ് എക്സ് റേസ് ടു ആർ. ഈ മൈനസ് ഞാൻ ഇങ്ങോട്ട് നീക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ -1 റേസ് ടു ആർ. ആ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇൻറ്റു 6cr. ഇതൊക്കെ കോൺസ്റ്റൻറ്റുകളായതുകൊണ്ട് എല്ലാം നീക്കിയെടുത്തു. ഇനി എക്സിൻ്റെ ടേം വരുന്നത് എക്സ് റേസ് ടു ആർ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6 minus r by 2. x raised to r divided by x raised to 6 minus r by 2, which is equal to -1 raised to r into 6cr into ഇത് a raised to m by a raised to n. റിസൾട്ട് അപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? x raised to r minus 6 minus r by 2, r minus 6 minus r by 2. Okay, a raised to m by a raised to n, which is equal to x raised to 2r minus r plus r. അപ്പോൾ എന്ത് വരും? എക്സിൻ്റെ പവർ, എക്സിൻ്റെ പവർ 3r minus 6 വരും. അത് എത്രയാണ്? ഈക്വൽ ടു 3. ശരിയല്ലേ? എക്സ് ക്യൂബ് അവർ ചോദിച്ചിരിക്കുന്നത്. റിസൾട്ട് മനസ്സിലായില്ലേ? എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ, എ റേസ് ടു എം മൈനസ് എൻ. ഓക്കെ, എ റേസ് ടു എം മൈനസ് എൻ ഈക്വൽ ടു 3 എന്ന് കൊടുക്കാൻ കാരണം എക്സ് ക്യൂബിൻ്റെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് 3r ഈക്വൽ ടു 9 എന്നും r ഈക്വൽ ടു 3 എന്നും കിട്ടും. r ഈക്വൽ ടു 3 എന്നും കിട്ടും. എവിടെയാണ് തെറ്റ് പറ്റിയത്? എക്സ് റേസ് ടു 6 മൈനസ് r ബൈ 2, എ റേസ് ടു n മൈനസ് r ഇൻറ്റു ബി റേസ് ടു r. കാരണം ഒരു ആൻസർ എല്ലാം പോസിറ്റീവാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ r തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടണ്ടേ? 6 മൈനസ് r എസ് ഒരു ബൈ 2 ഇല്ലേ? LCM കാണുന്ന ബൈ 2 ഇല്ലേ? അല്ലേ? ബൈ 2 LCM കാണുന്ന ബൈ 2 ഉണ്ട് കേട്ടോ. 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബൈ 2 ഉണ്ട്. ഇപ്പോൾ എന്ത് സംഭവിക്കും? ബൈ 2 ഉള്ള സ്ഥിതിക്ക് ഇത് 3 അങ്ങനെ തന്നെ വരും. ഇവിടെ 6 വരും. ശരിയല്ലേ? 2 × 3 6, 6 പ്ലസ് 6 അല്ലേ? 2 × 3 6 വരും. അടുത്ത സ്റ്റെപ്പിൽ 6 പ്ലസ് 6 ദാറ്റ് ഈസ് 12 വരും. ഇപ്പോൾ 4 കിട്ടും. r ഈക്വൽ ടു 4, r ഈക്വൽ ടു 4. അപ്പോൾ കുഴപ്പമില്ല. ഇതല്ലേ നമ്മുടെ കോഎഫിഷ്യൻ്റ് വരിക. ഇത്രയും ടൈമാണ് കോഎഫിഷ്യൻ്റ് വരിക. r ഈക്വൽ ടു 4, r ഈക്വൽ ടു 4 കൊടുത്താൽ
-1 റേസ് ടു 4 ഇൻറ്റു 6c4. അപ്പോൾ 6c4ന് പകരം 6c2 എഴുതാം. 6 ഇൻറ്റു 5/1 ഇൻറ്റു 2 എന്ന് വരും. 6 ഇൻറ്റു 5/1 ഇൻറ്റു 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 6 ഇൻറ്റു 3 ദാറ്റ് ഈസ് 15. ഓപ്ഷൻ ബി കിട്ടും. ഇതാണ് ബൈനോമിയൽ തിയറവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. കുറച്ച് പെർമ്യൂട്ടേഷനിലുണ്ട്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്. ഇപ്പോൾ ഈ 2 ചാപ്റ്റർ എടുത്താൽ, പെർമ്യൂട്ടേഷനും ബൈനോമിയലും എടുത്താൽ ബേസിക് NCERT ഫോർമുല ഒന്ന് പഠിക്കുക. ഇത് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. കീമിന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിൽ നല്ല ടഫ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERTയിലുണ്ട്, നിങ്ങൾക്കറിയാം, പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല. വളരെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഫോർമുലാസ്, അതെല്ലാം ഒന്ന് പഠിക്കണം. വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചാൽ മതി, കിട്ടിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. അതിലെ ക്വസ്റ്റ്യൻസോടെ അങ്ങ് ചെയ്തേക്കാം. പ്രോബബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, ഇതിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതും നമുക്കിതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ചെയ്തേക്കാം. പ്രോബബിലിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3 coins ആർ ടോസ്ഡ് സൈമിൾട്ടേനിയസ്ലി. 3 കോയിൻ ടോസ് ചെയ്തു, ആയിക്കോട്ടെ. പ്രോബബിലിറ്റി ദാറ്റ് എക്സാക്ട്ലി 2 tails appear. 3 കോയിൻ ടോസ് ചെയ്ത് നിങ്ങൾക്ക് അറിയില്ലേ, എച്ച് 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 ടി, അങ്ങനെ 8 കേസ് വരും അല്ലേ, ടോട്ടൽ 8 കേസസ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ത് എഴുതും? ഡിനോമിനേറ്റർ 8 എഴുതും. ന്യൂമറേറ്റർ എന്താണ് ഫേവറബിൾ? എക്സാക്ട്ലി 2 tail, കൃത്യം 2 tail വരുന്നത് എച്ച് ടി ടി, പിന്നെ ടി എച്ച് ടി, പിന്നെ ടി ടി എച്ച്. ഈ 3 കേസാണ് വരുന്നത്. സോ 3/8 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3/8 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബാഗ് കണ്ടെയ്ൻസ് 10 ഗ്രീൻ ബോൾ. 10 ഗ്രീൻ ബോൾ ഉണ്ട്. 5 റെഡ് ബോൾ. ടോട്ടൽ 15 ബോൾ. If 2 balls are selected at random, then the probability that both are green ball. രണ്ടും ഗ്രീൻ ആയിരിക്കണം. 2 ബോൾ എടുത്തു, വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ ടോട്ടൽ കേസ് താഴെ എഴുതി, 15ൽ നിന്ന് 2 എടുത്തു. ന്യൂമറേറ്ററോ, ഇത് രണ്ടും ഗ്രീൻ ആയിരിക്കണം, രണ്ടും ഗ്രീൻ ആയിരിക്കണം. 10c2 അല്ലേ, മൊത്തം ഗ്രീൻ 10 ആണുള്ളത്, അതിൽ നിന്ന് 2 ഗ്രീൻ എടുത്തു, which is equal to 10 into 9 by 1 into 2 by 15 into 14 by 1 into 2. ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എന്ത് പറ്റും? 15 10 എത്രയൊക്കെ കിട്ടി? 5 2 വന്നു, 3 വന്നു, 3 9 3 വന്നു, 2 7. ആൻസർ 7/3. സോറി 3/7. 3/7. ഓപ്ഷൻ സി വരും. ആൻസർ ഈസ് 3/7. ഓക്കെ, അടുത്തത്. എ ബി സി ആർ 3 മ്യൂച്വലി ആൻഡ് എക്സ്ക്ലൂസീവ് ഇവന്റ്. എന്താണ് മ്യൂച്വലി എന്ന് പറഞ്ഞാൽ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി, അതുപോലെ തന്നെ 3 ഇവന്റുകൾ എ ബി സി എന്ന് എടുത്തു എന്നിരിക്കട്ടെ. 3 ഇവന്റുകൾ എ ബി സി എന്ന് എടുത്താൽ ഇതിന്റെ ഇന്റർസെക്ഷൻ ഒക്കെ നൾ സെറ്റ് ആയിരിക്കും. ഏത് കേസ് എടുത്താലും അത് 5 ആയിരിക്കും. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. അതുപോലെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടുന്നു. യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് എന്ന് വിളിക്കുന്നത്. യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടുന്നതിനെയാണ് എക്സ്ക്ലൂസീവ് എന്ന് വിളിക്കുന്നത്. ഇന്റർസെക്ഷൻ എടുത്താൽ
നൾ സെറ്റ് ആണെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് രണ്ടും ഒക്കെയാണ് എങ്കിൽ പി ഓഫ് സി കാണണം. നോക്കൂ, അപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ട്. പി ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു പറ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. ഇത് മതി. മൈനസ് ഇൻ്റർസെക്ഷൻ്റെ ആവശ്യമില്ല. ഇൻ്റർസെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇൻ്റർസെക്ഷൻ ഉണ്ടായെങ്കിൽ അതെല്ലാം 0 ആയിപ്പോയി. കാരണം ഇൻ്റർസെക്ഷൻ ഇല്ല, അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 0 ആയിപ്പോയി. ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യാം. പി ഓഫ് സി അല്ലേ കാണേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് തന്നെയല്ലേ. സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1. ഓക്കെ. ഇനി ഇത് 3 ഈക്വൽ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സി ഈക്വൽ ടു വേണമെങ്കിൽ നിങ്ങളൊരു കെ എന്ന് വിളിച്ചു. എല്ലാം ഈക്വൽ ആണ്, കെ എന്ന് വിളിച്ചു. 2 പി ഓഫ് എ ഈക്വൽ ടു കെ വരും. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ കെ ബൈ 2 വരും. 3 പി ഓഫ് ബി ഈക്വൽ ടു കെ വരും. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ കെ ബൈ 3 വരും. 4 പി ഓഫ് സി ഈക്വൽ ടു കെ വരും. പി ഓഫ് സി ഈക്വൽ ടു കെ ബൈ 4 വരും. ഓക്കെ. 1 is equal to ഇതിനെ നമുക്ക് വേണമെങ്കിൽ 12 LCM ആയിട്ട് എടുത്താൽ 6k പ്ലസ് 4k പ്ലസ് 3k. ശരിയല്ലേ? അതെ. 12 is equal to 13k. k is equal to 12 by 13. അവരെന്താ ചോദിച്ചേക്കണേ? പി ഓഫ് സി ആണ് ചോദിച്ചിരിക്കുന്നത്. പി ഓഫ് സി അല്ലേ? അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 4 പി ഓഫ് സി ആണ് കെ എന്ന് വിളിച്ചിരിക്കുന്നത്. അതായത് 4 ഇൻറ്റു പി ഓഫ് സി എന്ന് പറയുന്നത് എത്ര കിട്ടും? 12 by 13 വരും. 4 ഇൻറ്റു പി ഓഫ് സി എന്ന് പറയുന്നത് 12 by 13 വരും. അപ്പോൾ പി ഓഫ് സി എന്ത് കിട്ടും? പി ഓഫ് സി is 3 by 13. പി ഓഫ് സി is 3 by 13. ഓപ്ഷൻ എ. ഓക്കെ. അപ്പം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. യൂണിയൻ ഈക്വൽ ടു സാമ്പിൾ സ്പേസ് കിട്ടും എന്നുള്ള കാര്യവും മറക്കരുത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 dice ആർ റോൾഡ് സൈമിൾട്ടേനിയസ്ലി. 2 ഡൈ ത്രോ ചെയ്യുന്നു. ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ 2 dice ആർ ഈക്വൽ ടു 0. 2 ഡൈ ത്രോ ചെയ്താൽ ഡിനോമിനേറ്റർ എത്ര കിട്ടും? 36 കിട്ടും. ശരിയല്ലേ? ഏതൊക്കെയാ വരുന്നത്? 1 1 1 2 അങ്ങനെ 1 6 വരെയും 2 1 2 2 അങ്ങനെ 2 6 വരെയും ഫൈനലി അങ്ങനെ പോയി ലാസ്റ്റ് എന്ത് വരും? 6 1 6 2 എക്സെട്ര അപ് ടു 6 6 വരെയും വരും അല്ലേ? 6 6 വരെയും വരും. ഇതിനകത്ത് അവർ പറയുന്നു ഡിഫറൻസ് എത്ര കിട്ടണം? 0 കിട്ടണം. ഡിഫറൻസ് 0 കിട്ടണം. ഡിഫറൻസ് എപ്പോഴാണ് 0 കിട്ടുക? 1 1 വരുമ്പോൾ, 2 2 വരുമ്പോൾ, 3 3 വരുമ്പോൾ. ശരിയല്ലേ? അപ്പോഴാണ് ഡിഫറൻസ് 0 കിട്ടുക. എത്ര കേസ് ഉണ്ടാവും? 6 കേസ് ഉണ്ടാവും. 1 1 2 2 3 3 അങ്ങനെ 1 by 6 കിട്ടും. ഓപ്ഷൻ ഇ. 636 കട്ടായി പോയി 1 by 6 കിട്ടും. ഓപ്ഷൻ ഇ. അടുത്തത് പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, എ ഗിവൺ ബി കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്. എ ഗിവൺ ബി കാണണം. നിങ്ങൾക്കറിയാം എ ഗിവൺ ബിയുടെ ഫോർമുല എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അപ്പോൾ എ ഗിവൺ ബി കാണണം. വിച്ച് ഇസ് ഈക്വൽ ടു പി ഓഫ് ബി. നിങ്ങൾക്കറിയാം പി ഓഫ് ബി 0.3 ആണ്. എ ഇന്റർസെക്ഷൻ ബി കിട്ടിയാൽ മതി. ഓക്കെ. എ ഇന്റർസെക്ഷൻ ബി ഇത് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. എ ഗിവൺ ബി കോംപ്ലിമെന്റിന്റെ ഫോർമുല എന്ത് വരും? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ബൈ പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ന് വരും. ഇതല്ലേ ഗിവൺ എഴുതുന്നത്. ആ ഗിവണിന് ശേഷം വരുന്ന ഡിനോമിനേറ്ററിൽ എഴുതുന്നു, ഇന്റർസെക്ഷൻ ന്യൂമറേറ്ററിൽ എഴുതുന്നു. അപ്പോൾ എ ഗിവൺ ബി കോംപ്ലിമെന്റ് 0.4 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ബൈ പി ഓഫ് ബി എത്രയാണെന്നറിയാം? അത് 0.3 ആ. അപ്പോൾ ബി കോംപ്ലിമെന്റോ 1 മൈനസ് 0.3, 1 മൈനസ് 0.3 അതായത് 0.7. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ
2 8 സീക്കൽ ടു പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കിട്ടും. ഇനി ഒരു വെൻ ഡയഗ്രം വരച്ചാൽ പെട്ടെന്ന് ഐഡിയ കിട്ടി, വളരെ പെട്ടെന്ന് തന്നെ ഐഡിയ കിട്ടി. നോക്കൂ, എ ബി എ ബി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എക്ക് അകത്ത് വരണം, ഔട്ട്സൈഡ് ബിയും വരണം. ഇത് ഈ പോർഷനാണ്. ഓക്കെ, ഇൻസൈഡ് എ ഔട്ട്സൈഡ് ബി, ഇൻസൈഡ് എ ഔട്ട്സൈഡ് ബി, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എ ഔട്ട്സൈഡ് ബി വരും. അതാണ് 0.28. നമുക്ക് ആവശ്യം ഇൻ്റർസെക്ഷൻ അല്ലേ ആവശ്യം, നമുക്ക് ഈ പോർഷൻ അല്ലേ ആവശ്യം. ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ടോട്ടൽ പി ഓഫ് എ ഇല്ലേ, പി ഓഫ് എ എത്രയാ, 0.49 അല്ലേ. ഇതിനകത്തുന്നത് ഈ ഷെയ്ഡ് ചെയ്തേക്കണ ഇതാ കുറച്ചാൽ പോരെ, ഈ യെല്ലോ കുറച്ചാൽ പോരെ, ഇപ്പോൾ ഇൻ്റർസെക്ഷൻ കിട്ടും 0.28. 0.3 ഡിനോമിനേറ്ററിൽ എഴുതി, 1 കിട്ടി, 2 കിട്ടി, 0. 0.21 by 0.3 എത്ര കിട്ടും ആൻസർ, 0.7 അല്ലേ. 0.21 by 0.3, 0.7. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ്. അപ്പോൾ ഗിവണിൻ്റെ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ. ആ ഡയറക്റ്റ് ഫോർമുല തന്നെ, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഈവൻസ്. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്തായിരുന്നു പ്രത്യേകത, ഇൻ്റർസെക്ഷൻ അല്ലേ. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഇൻ്റർസെക്ഷൻ സീക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബിയുടെ ഫോർമുല എന്താണ്, പി ഓഫ് എ യൂണിയൻ ബി സീക്വൽ ടു 0.7 സീക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി അല്ലേ. എ യൂണിയൻ ബിയുടെ ഫോർമുല പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. അതിനെ ഞാൻ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് മാറ്റുന്നു. ശരിയല്ലേ? അതെ. ഇത് ലെഫ്റ്റിലേക്ക് പോരട്ടെ, 0.3 വരും. ഇവിടെ 1 മൈനസ് 0.4, 1 മൈനസ് 0.4 എന്ന് പറഞ്ഞാൽ 0.6 പി ഓഫ് ബി. സോ പി ഓഫ് ബി എന്ത് കിട്ടും, 0.3 by 0.6 which is equal to 1/2 അഥവാ 3/6. 1/2 അഥവാ 3/6. ഓപ്ഷൻ സി വരും അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ, അല്ലേ. 1/2 is 0.5. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഡയറക്റ്റ് ഫോർമുല. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ആണ് ഇൻ്റർസെക്ഷൻ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് വൺ എ ഓർ ബി എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് ആണ് ഇൻ്റർസെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എ ആൻഡ് ബി ഒക്കർ സൈമിൾട്ടേനിയസ്ലി, അത് എ ഇൻ്റർസെക്ഷൻ ബി ആണ്. ഇറ്റ്സ് ആൻസർ ഈസ് 0.2. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 0.8 സീക്വൽ ടു, എനിക്ക് കോംപ്ലിമെൻ്റ് അല്ലേ ആവശ്യം, ഇത് ലെഫ്റ്റിലേക്ക് വന്നാൽ 0.8 ഈക്വൽ ടു, ഇതിനെ നമുക്ക് എന്തെഴുതാം, 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഇതിനെ എന്തെഴുതാം, 1 മൈനസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ്. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 പ്ലസ് 1 2 മൈനസ് 0.8. 1 പ്ലസ് 1 2 മൈനസ് 0.8 ഈക്വൽ ടു എന്ത് കിട്ടും, 1.2. ഓപ്ഷൻ ഡി കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. പി ഓഫ് എ കോംപ്ലിമെൻറ്റ് പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1.2. ഡയറക്റ്റ് ഫോർമുല. അടുത്തത് പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ. ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണല്ലേ.
പ്രോബബിലിറ്റി ദാറ്റ് ഓൾ ഓഫ് ദം ആർ ഡിവിസിബിൾ ബൈ 2 ആൻഡ് 3. എത്രയും നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3 മ്യൂച്വലി എക്സ്ക്ലൂസീവ്. യെസ്, 3 ഇവന്റ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ബി സി, ഇത് 3ഉം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, എക്സോസ്റ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം സം എടുത്താൽ 1 കിട്ടും. കാരണം ഇൻ്റർസെക്ഷൻ ഉണ്ടാവില്ല. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതായത് 1 പ്ലസ് 3p ബൈ 4, 1 മൈനസ് പി ബൈ 3, 1 മൈനസ് 3p ബൈ 2. ഇതാണ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി. അത് എന്തിന് ഈക്വലാണ്? ഇത് യൂണിയൻ ഈക്വലാണ്. യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, സാമ്പിൾ സ്പേസ് വരും. ദെൻ ഇവിടെ നമുക്ക് 12 LCM ആയിട്ട് എടുത്താൽ 3 പ്ലസ് 3p, 4 മൈനസ് 4p, 2 മൈനസ് 6p, 2 മൈനസ് 6p which is equal to 1. ശരിയല്ലേ? 2 അല്ല, ഇവിടെ ചെറിയ കറക്ഷൻ ഉണ്ട്. നമ്മൾ 6 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 6 മൈനസ് 18p. ശരിയല്ലേ? അപ്പോൾ 18, 22, 4, 6, 1 മൈനസ് 3p, 6, 4. അപ്പോൾ 19p വരും അല്ലേ? 19p. ഇവിടെയാണ് പ്രശ്നം. ഇത് ഇവിടെ തെറ്റി. 3 പ്ലസ് ഇവിടെ 9p വരും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9p വരും. അപ്പോൾ പ്രശ്നമില്ല. മൈനസ് 18 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ -9 വരും. -9 മൈനസ് 13p വരും. കോൺസ്റ്റന്റ് ആഡ് ചെയ്താൽ 9 കിട്ടും. അല്ല, 6 പ്ലസ് 4 10 പ്ലസ് 3 13 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് വന്നാൽ 12 ഈക്വൽ ടു 13p വരും. p is equal to 12 by 13 വരും. p is equal to 12 by 13. ഓപ്ഷൻ ബി കിട്ടും. പി അല്ലേ കണ്ടുപിടിക്കണ്ടേ? സോറി, ഇവിടെ 12 ഇല്ലേ? 12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തില്ല. സീക്വൽ ടു 12 വീണ്ടും തെറ്റിയാനെ. ഇനി ഇത് ക്രോസ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 1 ഈക്വൽ ടു 13p കിട്ടും. 1 ഈക്വൽ ടു 13p. ഈ 12 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, സീക്വൽ ടു 12 കിട്ടി. ദെൻ 1 സീക്വൽ ടു 13p വരും. p സീക്വൽ ടു വാട്ട്? p സീക്വൽ ടു 1 by 13 കിട്ടും. p സീക്വൽ ടു 1 by 13. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. p സീക്വൽ ടു 1 by 13. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബബിലിറ്റി, ബൈനോമിയൽ, പെർമ്യൂട്ടേഷൻ. ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. NCERT ശരിക്കും പഠിച്ചാൽ മതി. അതിലെ ഫോർമുലാസ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് എൻട്രൻസിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് സ്പീഡാവുക എന്നുള്ളൂ. നല്ല സ്പീഡിൽ ചെയ്യുക. അപ്പം ഞാൻ ചെയ്തതുപോലെ സ്ലോ ആട്ടോ, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. സ്പീഡ് കിട്ടണമെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. ഫെമിലിയാരിറ്റി, അതാണ് നിങ്ങൾക്ക് സ്പീഡാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.